ഒരു പൊടുത്തോ ഞാൻ പോകുന്ന പെട്ടതാ അത്. എനിക്കിതിൻ്റെ ഓർമ്മയില്ല. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീഡിയോ പുതുതായി കാണുന്നവർ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ അപ്പോൾ ഇവിടുന്ന് വിടുകയാണ്, മലപ്പുറത്തുനിന്ന് വിടുകയാണ്. നേരെ എടുക്കാമെന്നൊന്നും അറിയില്ല, അവിടെ വിടുകയാണ്. എത്തുന്നോടത്ത് എടുത്തും പല പ്ലാനാണ്. അപ്പോൾ എങ്ങോട്ടെങ്കിലും ഒന്ന് ഉറപ്പിച്ചിട്ടില്ല, ഇതുവരെ ഉറപ്പിച്ചിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് എടുക്കാം. ഓക്കെ. നല്ല മഴ കേട്ടോ വരുന്നത്. ഇത് ഏതാ റോഡ് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് കോട്ടക്കൽ പുത്തനത്താണി റോഡ്. ഒരു പൊടുത്തോ ഞാൻ പോകുന്ന പെട്ടതാ അത്. എനിക്കിതിൻ്റെ ഓർമ്മയില്ല. റോഡ് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ പണിയില്ല. ഞങ്ങൾ 3 ആളുണ്ട്. ഒരു മനുഷ്യൻ ഈ ബൈക്ക് ഒന്ന് വരുന്നത് പെട്ടുകണ റോഡ് ഫുള്ള് പണിയെടുക്കും. അതാ അപ്പം ഇനി ഇവിടുന്ന് വിടാം. ചായ കുടിച്ച് കഴിഞ്ഞ് നേരെ വിടാം. പക്ഷെ ആ സൈഡ് ചെരിഞ്ഞോണ്ടാണ് നിൽക്കണത് അല്ലേ? ടോളാണ്. ആ ഉണ്ടാവും. പിന്നെ ഓവർ ബ്രിഡ്ജ് ഉണ്ടാവും. താഴെ കൂടെ ഇറങ്ങിപ്പോകുന്ന പരിപാടി ഉണ്ടാവും. അത് നാളെ എപ്പോ തിരിച്ചെത്തണം എന്ന് പറഞ്ഞേ? എനിക്ക് തോന്നില്ല, അത് ഇവിടുന്ന് നീയില്ലല്ലോ. മേലാലൊരു മനുഷ്യന്മാർ ഈ റൂട്ടിന് വന്നു പോയത് അല്ലേ? ഒരുപാടായില്ലേ നമ്മള് വന്നിട്ട്. ഇതൊരുമാതിരി റോഡായിരുന്നു. ഇതിപ്പോ മാറ്റി. ഇവിടെ ഷിയാബ് ചോദിച്ചതിന്റെ നാട് ഇതാണ്. ഓടോ അതാണെന്ന് തോന്നുന്നു. റോഡ് കുറച്ചുള്ളൂ നല്ലത്. അതാ അപ്പുറത്തെ ഒരു വീടുണ്ടെങ്കിൽ അവിടെ നല്ല കയറ്റായിരുന്നു ആദ്യം. അതൊക്കെ കുറച്ച് എന്റെ മുകളില് ഒക്കെ ഓർമ്മ ഉണ്ടോ? ഈ അടിപൊളി നല്ല രസമുള്ള ഒരു വീടായിരുന്നത്. ആ കല്ലട്ടി കുയ്യാണത്. കല്ലട്ടി കുയ്യാണ്. നല്ല വീടായിരുന്നത്. അത് ഇക്കൊലത്തിലാക്കി. ഇപ്പൊ മോഡല് മാറ്റി കിട്ടാ. അടിപൊളി വീട്. ഞാൻ കയറ്റത്തുനിന്ന് ഇങ്ങനെ കാണായിരുന്നു. ഇതൊക്കെ താത്തി ഇവിടെ ഒരു ഹോട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ടാവും. ആ കടൻ്റെ ആയിട്ടുണ്ടായിരുന്നു ഇത് റോഡ്. ഇവിടെ ഭയങ്കര ഒരു മൈതാനം ഈ സൈഡ്. അവിടെ വണ്ടി കത്തിട്ടുണ്ട്. വലിയ ടീമായിട്ട് പോകണം. ഒക്കെ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത്. ആൾക്കാര് കൂടുതലായിട്ട് എച്ചാൻ കണ്ടത്. മനസ്സിലാവും. ലോറിക്കായി പിന്നെ ഇങ്ങോട്ട് ഈ ഏരിയക്ക് വലിയൊരു बीच में ये आदमी एक घंटा 2 घंटा का काम है मैटर बनाने का और गाँव को कॉन्टेक्ट बना कर उसको मोबाइल नंबर में वो सेंडिंग कर दो. हाँ ये तो लोड करेगा ये रास्ता से निकल गया. अब തൃശ്ശൂർ വിട്ടോ? आगे से पीछे पड़ने के തൃശ്ശൂർ വിട്ടോ? തൃശ്ശൂർ നമ്മള് വിട്ടോ? थोड़ा घूम भी आएगा गाड़ी में बोला भैया तृश्शूर विटो. हॉस्पिटल जाएगा सीधा भी वेस्टवाई में अंदर മറ്റേ ടോൾ ബില്ല് ഉണ്ടാവും. അല്ല പോവാൻ പറ്റില്ല. അങ്ങനെ ഉണ്ടല്ല. എത്ര കാറൊക്കെ എത്ര നോക്കുക? കാറ് നോക്കാനൊന്നുമില്ല. കാർ 50,000 മിക്കവാറും. എപ്പോഴും പ്രശ്നമാണ്. ഏത് ട്രാക്കിലോ നോക്കിയാണ് ഗ്യാരണ്ടി.
क्या बताओ കായ് എടുത്ത് കണ്ട് കേറണ്ടേയില്ല. കാശോടെ कुछ करेगा बोल के पीछे पड़ गया तो वो कोई മറ്റേ ചങ്ങായി അളവൊക്കെ എടുത്തിന് അതല്ലത് हाँ इसलिए बोलते हैं कोई इंसान का दिल छोड़ नहीं देना समुद्र में पत्थर फेंकेगा तो वापस नहीं उठा पाएगा पत्थर ऐसा ही पड़ा रहेगा എന്താ സമാധാനപ്പെടില്ലായിരുന്നു ഇത്ര കറക്റ്റ് കാണിക്കുന്നത് भगवान भी साथ नहीं देगा बहुत कुछ ആർക്കും എടുത്ത് കാർഡ് എടുത്തോ ഞാൻ ഇറങ്ങിയാൽ ചോദിച്ചെന്താ भगवान माँ बाप है എന്താ ठीक है तो डायरेक्ट आएगा कितना बजे पहुंचेगा देखता हूँ लोकेशन भेजो फिर हाँ ओके ഇവിടെ എല്ലാ പ്രാവശ്യം പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ അടിമാലി കിടന്നോ കേട്ടോ നമുക്ക് നിന്റെ എന്തോന്നാണ് എന്റെ പ്രശ്നം അല്ല നിൽക്കേണ്ട രാത്രിക്ക് സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കാം ഇടുക്കി അടിമാലിയാ ഭക്ഷണം കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കുമ്പോൾ സൗകര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാലോ ഇടുക്കി അടിമാലിയാ ആ ഇടുക്കി അടിമാലി എന്താണ് പ്രശ്നങ്ങൾ തരുമല്ലോ അഞ്ചു ജില്ലകളുണ്ടാ എത്ര ഇതിനെ 150 അതിൽ അതിനെടുത്തെടുത്ത് ഇന്ത്യൻ എടുത്ത അതിലുണ്ടോ ഞാൻ വേറെ വർത്താനം പറയും ഞാൻ മധ്യപ്രദേശ് പോകുമ്പോൾ കൊടുത്ത് മടുത്തപ്പോൾ ഒരുപാട് ഇട്ടുകാട് പോയി നോക്കി അങ്ങനെ ഞങ്ങൾ മൂന്നാറിലെത്തി ചായ ഉറക്കം പോയി അല്ലേ ഉറങ്ങണ്ടല്ലോ അല്ല ഉറങ്ങാനുള്ള ഉദ്ദേശം തിരിച്ചണിരിക്ക ചായ ഉണ്ടോ അവിടെ? അപ്പൊ ഇനി കുമിളി അല്ലേ കുമിളി ഇടുക്കി എത്ര കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാവും? നോക്കാം